റെക്കോർഡിംഗ് ഓൺ ആണോ? ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ തുടങ്ങിയായി. എല്ലാ ഭാഗങ്ങളും നമ്മൾ കുറെ ഏരിയാസ് കവർ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റം ആയിരുന്നു. നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ സംഖ്യകളെ കുറിച്ചുള്ള ധാരണകൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. നമ്പർ സിസ്റ്റം, സംഖ്യകളെ കുറിച്ചുള്ള ധാരണ കുട്ടികൾ ഉണ്ടായാൽ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതില് നമ്മൾ കടന്നുപോയ ഏരിയയുമായി ബന്ധപ്പെട്ട് 1-2 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അപ്പൊ 1, 3, 5, 7 അടുത്ത നമ്പർ ഏതാണ് അറിയാമെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം. അടുത്ത നമ്പർ ടൈപ്പ് ചെയ്തോ, ചാറ്റിൽ ടൈപ്പ് ചെയ്തോളൂ. യെസ്, ഇതിനെ നമ്മൾ ഓഡ് നമ്പേഴ്സ് എന്നാണ് പറയാ. നെക്സ്റ്റ് നമ്പർ വരുന്നത് 9 ആണ്. എങ്കിൽ അടുത്തൊരു നമ്പറോട് പറഞ്ഞു നോക്കിയേ, യെസ്, 11 എക്സെട്ര അങ്ങനെ പോകും. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ 2, 4, 6, 8, 10 അടുത്ത 2 നമ്പർ ഒന്ന് പറഞ്ഞു നോക്കിയേ. They are called even numbers അല്ലെ? ഈവൻ നമ്പേഴ്സ് എന്നാണ് ഇവയെ പറയാം. അത് ഏതാ? 12 and 14. ഇങ്ങനെ നമ്പേഴ്സിനെ കുറിച്ച് വ്യത്യസ്ത തരത്തിലുള്ള നമ്പേഴ്സ് ഉണ്ട്. നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ട് നമുക്കറിയാം 1, 2, 3, 4 എന്ന് പറയുന്ന ഈ നമ്പേഴ്സിനെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. അടുത്ത നമ്പർ ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും. ദാറ്റ് ഈസ് കാൾഡ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ എന്ന് പറയും. നാലാമതായിട്ട് ഞാൻ ഇടയ്ക്ക് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി ഇങ്ങനെ വ്യത്യസ്തമായ നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സ് ഇതിനെ പറയുന്ന പേര് നാച്ചുറൽ നമ്പർ എന്നാ പറയാ. 0, 1, 2, 3 എന്ന് പറയുന്ന ഈ നമ്പേഴ്സ് ഉണ്ട്, 0 എന്ന് തുടങ്ങുന്നതിന് അതിനെ പറയുന്നത് ഹോൾ നമ്പേഴ്സ് എന്നാണ്. അഖണ്ഡ സംഖ്യകൾ എന്നൊക്കെ പറയും, ഹോൾ നമ്പേഴ്സ്. ഇങ്ങനെ നമ്പേഴ്സ് വ്യത്യസ്ത തരത്തിലുണ്ട് എന്നും അവ ഏതാണ് എന്നും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ നമ്പേഴ്സുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക്, അതായത് സീക്വൻസുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. 1, 4, 9, 16, 25 അടുത്തത് ഏതായിരിക്കും പറയാൻ പറ്റും ആർക്കെങ്കിലും? സിമ്പിൾ ആണ്. 1, 1, 1, 2, 2, 4, 3, 3, 9, 4, 4, 16, 5, 5, 25 അങ്ങനെയാണെങ്കിൽ അടുത്ത ഏതായിരിക്കും? 6, 6, 36 36 ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? ഒന്നുകൂടെ ചെയ്ത് നോക്കിയാൽ അടുത്ത ഏതായിരിക്കും മനസ്സിലാക്കാം. ഇനി ഈ രീതിയിൽ നമ്പേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത നോക്കി ഒരു ചോദ്യം കൂടെ പറഞ്ഞോട്ടെ. യെസ്, √2, അതുപോലെ 2√2, 2√2, 3√2, 4√2 അടുത്ത ഏതായിരിക്കും? ഒരേപോലെ ഇങ്ങനെ കയറി പോകുന്ന നമ്പേഴ്സ് ആണ് അല്ലെ? ഇങ്ങനെ നമ്പേഴ്സ് ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റണം. റാഷണൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, ഇങ്ങനെ പറയുന്ന കുറെ കാര്യങ്ങൾ. ഇനി ഒരു ചോദ്യം, ഇപ്പൊ 7ന്റെ കൂടെ 0 കൂട്ടിയാൽ എന്താ കിട്ടാ? 7 തന്നെ കിട്ടും. 8ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ എന്താ കിട്ടാ? 8ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ എന്താ കിട്ടാ? യെസ്, 8ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ 8 തന്നെ കിട്ടും. ഇനി അടുത്ത ചോദ്യം നോക്കിയേ, 0ന്റെ കൂടെ 7 ആഡ് ചെയ്താൽ എന്താ കിട്ടാ? 0ന്റെ കൂടെ 7 ആഡ് ചെയ്താൽ എന്താ കിട്ടാ? 7 ആണ് കിട്ടാ. 0ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ എന്താ കിട്ടാ? 0ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ എന്താ കിട്ടാ? -7 ആണ് കിട്ടാ. -7 ആണ് കിട്ടാ. -7 ആണ് കിട്ടുക. ഇങ്ങനെ അപ്പൊ പ്ലസും മൈനസും 0യുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി നോക്കിയേ, 0 × 5 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടാ? 0 ആണ് കിട്ടാ. അങ്ങനെയാണെങ്കിൽ 6 × 0 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടാ? 6 × 0 എന്താ കിട്ടാ? 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളാണ്. അതും 0 തന്നെയാണ് കിട്ടുക. അതും 0 തന്നെയാണ് കിട്ടുക. ഇനി നോക്കിയേ, ഇപ്പൊ നമ്മളൊരു നമ്പർ പറയാം, 0 ഡിവൈഡഡ് ബൈ 4 എന്താ കിട്ടാ? 0 ഡിവൈഡ് ബൈ 4 അത് 0 തന്നെയാണ്. ഇനി നോക്കിയേ, ഇപ്പൊ 4 ഡിവൈഡഡ് ബൈ 0 ഇതിന്റെ ആൻസർ കിട്ടൂല. ഇത് ഡിഫൈൻ ചെയ്തിട്ടില്ല, നോട്ട് ഡിഫൈൻഡ്. ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കേട്ടോ. നോട്ട് ഡിഫൈൻഡ് എന്താണ്? നോട്ട് ഡിഫൈൻഡ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നോട്ട് ഡിഫൈൻഡ് അല്ലെ? 0 കൊണ്ട് ഡിവിഷൻ കണ്ടെത്തിയിട്ടില്ല. ഇത് നമുക്ക് ഇങ്ങനെ പറയാം. ഇതിനെ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ അപ്പൊ 4/0 എന്ന് പറയാം. 4/0 എന്താണ്? നോട്ട്
ഡിഫൈൻഡ് ഡോട്ട് ഡിഫൈൻഡ് എന്ന് പറയാം. അപ്പൊ 0/7 എന്താ കിട്ടുക? 0/7 0/7 എന്താ കിട്ടുക? 0/7 എന്താ കിട്ടുക? യെസ്, 0/7 0 തന്നെയാണ്. അപ്പൊ താഴെ 0 അല്ലെങ്കിൽ ഡിവൈഡിന് ശേഷം 0 വന്നാൽ നോട്ട് ഡിഫൈൻഡ് ആണ്, അല്ലാത്ത സമയത്തൊക്കെ 0 ആണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി അപ്പോ 0 കൊണ്ടുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഈ രീതിയിൽ നമ്പേഴ്സിനെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, യെസ്. ഇനി നമ്പേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കിട്ടി. ഒരു എക്സാമ്പിൾ ഞാനിവിടെ ഇത് ലാസ്റ്റത്തെ ഒരു -4 -3 അടുത്ത 2 3 നമ്പേഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെയുള്ള നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ പറയണം. പിന്നെ ഒരു നമ്പർ കൂടെ ഇവിടെ എഴുതി 2 3. ഇതിനിടയിൽ മിസ്സായ നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നൊന്ന് പറയാൻ പറ്റുമോ നോക്കിയേ. ഇതിനിടയിൽ മിസ്സായ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇന്റിജേഴ്സ് ആണ് അല്ലെ. ഇന്റിജേഴ്സിന്റെ കൂട്ടത്തിൽ ഏതൊക്കെയാണ് നമ്പർ എന്ന് പറയാൻ പറ്റുമോ? യെസ്, അതാണ് ആൻസേഴ്സ്. -2 -1 0 1 2 3 എക്സെട്ര ഇങ്ങനെ പോകും. ഓക്കെ, ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കണോ? ക്ലിയർ അല്ലേ? ഇനി പുതിയ കാര്യങ്ങളിലേക്ക് പോട്ടെ. ഓക്കെ, കമ്പാരിസൺ നടത്തട്ടെ. അപ്പോ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഈക്വൽ ടു, ഇത് ഈ സിമ്പൽ ഉപയോഗിച്ചിട്ട് ഇനി പറയുന്ന കാര്യങ്ങൾ പറയണം. ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, അതേപോലെ ലെസ് ദാൻ, ഇത് ഉപയോഗിച്ചിട്ട് പറയണം. ഇപ്പോ 8 ഇതിനിടയിൽ സിമ്പൽ ഇടണം. ഏത് സിമ്പലാണ് ഇടേണ്ടത് നിങ്ങൾ നോക്കുക. 8 and 3. 8 ഗ്രേറ്റർ ദാൻ 3 എന്നല്ല, 8 ഗ്രേറ്റർ ദാൻ 3 എന്നല്ല. ഓക്കെ അല്ലേ? വലുത് 8 അല്ല. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചോട്ടെ. 3 and 7 ഏതാ ഇവിടെ സിമ്പൽ കൊടുക്കുക? 3ഉം 7ഉം ആണെങ്കിൽ ഏതാ സിമ്പൽ കൊടുക്കുക? 3ഉം 7ഉം ആണെങ്കിൽ ഏതാ സിമ്പൽ കൊടുക്കുക? 3 ചെറുതാണ്, 3 ലെസ് ദാൻ ആണ് അല്ലെ. ഇത് നോക്കിയേ, 4 and +4, 4ഉം +4, ഇതിന്റെ ഇടയിൽ ഏതാ സിമ്പൽ കൊടുക്കുക? +4 ആണോ 4 ആണോ വലുത്? രണ്ടും ഈക്വൽ ആണ്. വേറൊന്ന് 0 + 5ഉം 5 + 0ഉം ഇതിലേതാ വലുത്? സിമ്പൽ എഴുതി നടക്കുക. എഴുതി നോക്കിയേ, സിമ്പൽ എഴുതി നോക്കിയേ. എന്താ സിമ്പൽ എഴുതി നോക്കിയേ? സിമ്പല് യെസ്, സിമ്പൽ ഈക്വൽ ടു ആണ് സിമ്പൽ അല്ലെ. ഈക്വൽ ആണ് സിമ്പൽ. നോക്കിയേ, അടുത്തത് നോക്കിയേ, അടുത്ത 5ാമത്തെ നോക്കിയേ. ഇങ്ങനെ സിമ്പൽ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോ -5 ഇതിന്റെ ഇടയിൽ ഏതാ സിമ്പൽ കൊടുക്കുക? ചെറുതാണോ വലുതാണോ ഈക്വൽ ആണോ? -5 ചെറുതാണോ വലുതാണോ ഈക്വൽ ആണോ? യെസ്, -5 ചെറുതാണ്, അപ്പൊ ലെസ് ദാൻ ആണ്. 6ാമത്തെ നോക്കിയേ, -3ഉം 2ഉം. -3 വലുതാണോ ചെറുതാണോ? ഏതാ ഇതിനിടയിൽ സിമ്പൽ കൊടുക്കുക? -3 and 2 ഏതാ സിമ്പൽ കൊടുക്കുക? -3 ചെറുതാണ്, നെഗറ്റീവ് നമ്പർ ആണ് ചെറുത് അല്ലെ. അപ്പൊ ഈ രീതിയിൽ നമ്പേഴ്സ് നോക്കിയിട്ട് നമുക്ക് സിമ്പലുകൾ കൊടുക്കുന്ന കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി വേറെ 2 നമ്പർ നോക്കിയേ. അടുത്തത് -4ഉം -9ഉം ഇതിലേതാ ചെറുത്? -4 ചെറുതാണോ വലുതാണോ? -4 എന്ന് പറയുന്നത് ചെറുതാണോ വലുതാണോ? -4 ചെറുതാണോ വലുതാണോ? -4 എന്ന് പറയുന്നത് വലുതാണ്, ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കണ്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഇതിന് ശേഷം കുറെ കാര്യങ്ങൾ ഗ്രൂപ്പില് തരുന്നുണ്ടാവും, അതിന്റെ ആൻസറുകൾ കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. ഇനി ഇതിന്റെ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. ഒന്നാമത്തത്, ഇപ്പൊ -5 + 5 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എന്താ കിട്ടുക? -5ഉം +5ഉം ആഡ് ചെയ്ത് എന്താ കിട്ടുക? ആൻസർ 0 ആണ്. ആൻസർ 0 ആണ്. അതായത് -5 + 5 എന്ന് പറഞ്ഞാൽ 0 ആണ്. മനസ്സിലായോ? അപ്പൊ +5 -5 എന്ന് പറഞ്ഞാലോ അതും 0 തന്നെയാണ്. എന്നാലാമത്തെ നോക്കിയേ, -5 - 5 എന്താ കിട്ടുക? -5 - 5 എന്തായിരിക്കും ആൻസർ വരിക? -10 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ +5 + 5 എന്തായിരിക്കും വരിക? +5 + 5 ആൻസർ വരിക +10 ആണ്. +10 ആണ്. +5 + 5 എന്ന് പറഞ്ഞാൽ +10 ആണ്. ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. മൈനസിന്റെയും പ്ലസിന്റെയും ഓപ്പറേഷൻസ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ,
ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നോക്കിക്കോ, മൾട്ടിപ്ലിക്കേഷൻ. ഒന്ന് 2 into 3 എത്രയാ? 2 into 3 2 into 3 2 into 3 എത്രയാ? 6 ആണ്. എങ്കിൽ രണ്ടാമത്തത് -2 into 3 എത്രയായിരിക്കും? -6 ആയിരിക്കും. മൂന്നാമത്തത് 2 into -3 എന്തായിരിക്കും? 2 into -3 അതും -6 തന്നെയാണ്. നാലാമത്തത് -2 -3യും എന്തായിരിക്കും കിട്ടുക? -2 into -3 അപ്പൊ +6 ആണ്. ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇത് കിട്ടിയാൽ ഇതിന്റെ കൂടെ അടുത്തത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു 4 ക്വസ്റ്റ്യൻ ഇവിടെ ഇതും ഈ 4ന്റെ ആൻസർ ഒരുമിച്ച് പെട്ടെന്ന് ചെയ്യാം. ഇതായിരുന്നു ഒന്ന് 4 into 7, അടുത്തത് 5 into -2, അടുത്തത് -3 into 4, അടുത്തത് -5 into -4. ഈ 4 ചോദ്യത്തിന്റെ ആൻസർ ഒന്ന് എഴുതി നോക്കേ. ഈ 4 എണ്ണത്തിന്റെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. 4 ക്വസ്റ്റ്യൻ ഉണ്ട്, 4ന്റെ ആൻസർ പെട്ടെന്ന് ചെയ്യാം. 4 questions, 4ന്റെ ആൻസേഴ്സ് പെട്ടെന്ന് ചെയ്ത് നോക്കാം. ഇത് മനസ്സിലായ മൾട്ടിപ്ലിക്കേഷന്റെ എല്ലാ കാര്യങ്ങളും അതിൽ സെറ്റായി. മൈനസും പ്ലസും എല്ലാം സെറ്റായി. അപ്പൊ സിമ്പിൾ ആണ്. ഇത് +28 ആണ്. അടുത്തതോ? അടുത്തത് -10 ആണ്. അടുത്തത് -12 ആണ്. അടുത്തത് +20 ആണ്. +20 ആണ്. ചെയ്ത് മനസ്സിലാക്കാം കേട്ടോ. മൈനസും പ്ലസും നമ്മൾ ഇൻഡു ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതുപോലെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് തന്നാലൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എത്ര വലിയ ക്വസ്റ്റ്യൻ തന്നു മൈനസും പ്ലസും ഇൻഡു ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. ചെയ്ത് നോക്കണം, പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ചെയ്ത് നോക്കണം, പ്രാക്ടീസ് ചെയ്യണം. കുറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വാട്സപ്പിൽ തരുന്നുണ്ടാവും, അതൊന്ന് ചെയ്ത് നോക്കണം. നമ്പർ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി ഫ്രാക്ഷൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 3 കാര്യങ്ങളുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, അത് നോക്കാം നമുക്ക്. നോക്കിക്കോ. ഇപ്പോ 1/7ഉം 3/7ഉം ആഡ് ചെയ്താൽ എന്ത് കിട്ടും? എന്തായിരിക്കും ആൻസർ വരിക? ഡിനോമിനേറ്റർ സെയിം ആണ്, ആൻസർ വരിക 1ഉം 3ഉം ആഡ് ചെയ്യുക, താഴത്ത് 7 ചെയ്യുക, അതായത് 4/7 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ 9/11 മൈനസ് 2/11 എന്തായിരിക്കും ഇതിന്റെ ആൻസർ വരിക? 9/11 മൈനസ് 2/11 എന്തായിരിക്കും ആൻസർ വരിക? 9 2 കുറക്കുക, താഴെ 11 എഴുതുക. ആൻസർ എന്താ വരിക? ആൻസർ എന്താ വരിക? 7/11 വരും. ഇത് ക്ലിയർ ആണോ? അഡീഷന്റെ സബ്ട്രാക്ഷന്റെ കാര്യം. എങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാ നോക്കാം. 1/7 into 3/7 എന്തായിരിക്കും ആൻസർ വരിക? 1/7 into 3/7. അപ്പൊ അതിന്റെ ആൻസർ വരിക 1 into 3ഉം 7 into 7ഉം ആണ് ആൻസർ വരിക. അപ്പൊ ആൻസർ 3/49 എന്ന് വരും. 3/49. എങ്കിൽ നിങ്ങൾ ആലോചിച്ചു 9/11ഉം 2/11ഉം ഇൻറ്റു ചെയ്താൽ എന്താ കിട്ടുക? ചെയ്തോക്കെ. 9/11ഉം 2/11ഉം ഇൻറ്റു ചെയ്താൽ എന്താ കിട്ടുക? 9/11ഉം 2/11 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ആൻസർ 9 into 2 നോക്കുക, 9 into 2 നോക്കുക, 11 into 11 നോക്കുക. ആൻസർ എന്താ കിട്ടുക? ആൻസർ എന്താ കിട്ടുക? 18/121 വരും. 18/121. അപ്പൊ ഇനി ഡിനോമിനേറ്റർ സെയിം അല്ല എങ്കിലോ? ഉദാഹരണത്തിന് 2/3 into 5/7 ഇൻറ്റു ആണ്, ഡിനോമിനേറ്റർ സെയിം അല്ല. അപ്പോഴും പ്രശ്നമൊന്നുമില്ല, നേരെ അങ്ങനെ ഇൻറ്റു ചെയ്താൽ മതി. നേരെ മുകളിലത്തെ ഇൻറ്റു ചെയ്യുക, താഴത്തത് ഇൻറ്റു ചെയ്യുക. ആൻസർ 10/21 വരും. 10/21 വരും. ഇനി ഡിവൈഡ് ചെയ്യുകയാണെങ്കിലോ? ഇപ്പൊ 2/3ഉം 5/7ഉം ഇൻറ്റു ചെയ്യുന്നതിന് പകരം ഡിവൈഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഡിവൈഡ് ആണെങ്കിൽ സംഭവിക്കുന്നത് 2/3 അങ്ങനെ തന്നെ എഴുതും, ഇൻറ്റു എഴുതും, ഇത് മറിച്ചിടും. 7 മോൾക്കും 5 താഴത്തേക്ക് എഴുതും. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ 2 into 7 നോക്കും, താഴെ 3 into 5 നോക്കും. ആൻസർ വരിക 14/15. അപ്പൊ ഇത് ഒറ്റ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഈ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്, അത് ശ്രദ്ധിക്കാം. ഇതുപോലെ ഒരു 2 ക്വസ്റ്റ്യൻ ഞാൻ പറയട്ടെ. ഇതേപോലത്തെ 2 ക്വസ്റ്റ്യൻ. ഒന്ന് 3/4 into 5/7 ഒന്ന്,
അടുത്തത് 5/6 ഡിവൈഡഡ് ബൈ 2/3. ഇത് രണ്ടും ഒന്ന് ചെയ്ത് നോക്കേ. ഇത് രണ്ടും ഒന്ന് ചെയ്ത് നോക്കേ. ഇതുപോലെ ഇത് നോക്കിയിട്ട് അതുപോലെ ചെയ്ത് നോക്കേ. 2 ക്വസ്റ്റ്യൻ മുകളിൽ തന്നില്ലേ, അത് നോക്കിയിട്ട് അതുപോലെ ചെയ്ത് നോക്കിയേ. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. യെസ്, ആൻസർ എന്താ വരിക? 3 into 5 ആദ്യം എഴുതാം. 3 into 5 എഴുതുന്നു, താഴെ 4 into 7 എഴുതുന്നു. ആൻസർ വരിക 15ഉം താഴത്ത് 28ഉം ആണ്. ഇത് നോക്കിയാ ഇതിലെന്താ വരിക? ഇതില് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തൊന്നും ചെയ്ത് നോക്കിയേ. 5/6 അങ്ങനെ തന്നെ എഴുതും, ഇൻറ്റു ആക്കും, തിരിച്ചിടും, 3/2 ആക്കും. എന്നിട്ട് നേരത്തെ പറഞ്ഞ മുകളിലത്തെ രണ്ടും കൂടെ ഇൻറ്റു ചെയ്യും, മുകളിലത്തെ രണ്ടും കൂടെ ഇൻറ്റു ചെയ്യും. മുകളിലത്തെ രണ്ടും കൂടെ ഇൻറ്റു ചെയ്യാന്ന് പറയുമ്പോൾ 5 into 3, താഴത്തെ രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ 6 into 2. ആൻസർ വരിക 15/12 ആണ്. സിംപ്ലിഫൈ ചെയ്യാനൊക്കെ പറ്റും, അത് നമ്മൾ പിന്നീട് മനസ്സിലാക്കാം. തൽക്കാലം അത്രയും മനസ്സിലാക്കാം. ക്ലിയർ ആണോ നോക്കിയേ. അപ്പൊ ഇത്തരത്തില് അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും കാര്യങ്ങളുണ്ട്. ഇനി അഡീഷനിലെ ഡിനോമിനേറ്റർ വ്യത്യാസം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് 5/6 പ്ലസ് 1/7 ഇങ്ങനെ തന്നു. ഇങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാം? ഡിനോമിനേറ്റർ സെയിം അല്ല. അപ്പൊ ചെയ്യാനുള്ള പരിപാടി ഇതും കൂടി ഇൻറ്റു ചെയ്യാം. 5 into 7 plus 6 into 1. എങ്ങനെ? 5 into 7, 1 into 6 കേട്ടോ. എന്നിട്ട് അടിയത്ത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യാം. അടിയത്ത് എന്താ? 6 into 7, 5 into 7ഉം 1 into 6ഉം. അപ്പൊ ആൻസർ വരുന്നത് 35ഉം 6ഉം 42ഉം. അപ്പൊ ആൻസർ എന്തായി? 41/42. നോക്കി മനസ്സിലായിക്കോ. ഈ സാധനം നോക്കി മനസ്സിലായിക്കോട്ടോ. ഇത് നോക്കി മനസ്സിലാക്ക. ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യണം. ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യണം. ഇത് നോക്കി മനസ്സിലാക്കിയിട്ട് ഇതുപോലെ ചെയ്യണം. ക്വസ്റ്റ്യൻ ഇതാ പറഞ്ഞു, 3/4 plus 5/7. 3/4 plus 5/7. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. 3 into 7 plus 4 into 5, താഴത്ത് രണ്ടും കൂടെ 4 into 7. അപ്പൊ ആൻസർ എന്താ വരുന്നത് നോക്കിയേ. 21ഉം 20ഉം, താഴെയോ 28. ആഡ് ചെയ്താല് എന്ത് വരും? 41/28. 41/20. ഇത് പ്ലസ് ആണെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത് മൈനസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇതിവിടെ മൈനസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? 3/4 നിന്ന് 5/7 മൈനസ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ പ്ലസിന് പകരം മൈനസ് ആവും, വേറെ വ്യത്യാസമൊന്നുമില്ല. പ്ലസിന് പകരം മൈനസ് ആവും, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ എന്താ സംഭവിക്കുക? 3 into 7 മൈനസ് 5 into 4/4 into 7. അപ്പൊ ആൻസർ 21 minus 20/28. ആൻസർ വരുമ്പോ 1/28. ക്ലിയർ ആണോ? ഒരൊറ്റ ക്വസ്റ്റ്യൻ തന്ന സ്വന്തമായിട്ട് ചെയ്യോ? മൈനസിന്റെ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് ചെയ്യോ? എന്നാ കേട്ടോളെ. 5/6 മൈനസ് 3/7 ചെയ്ത് നോക്കിയേ. 5/6 മൈനസ് 3/7 അതൊന്ന് ചെയ്ത് നോക്കിയേ. അപ്പൊ ഇങ്ങനെ എല്ലാത്തിന്റെയും അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷന്റെ ഈ ഓപ്പറേഷൻസ് നമ്മൾ ചെയ്ത് പഠിക്കണം. പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോ ക്ലിയർ? ഓക്കെ. അപ്പൊ ആൻസർ എന്താ വരുന്നത്? കിട്ടിയല്ലോ. എന്താ കിട്ടിയ ആൻസർ? 5 into 7 minus 6 into 3/6 into 7. 6 into 7. അപ്പൊ ആൻസർ വരുന്നത് 35ൽ നിന്ന് 18 കുറക്കുന്നു, 42 താഴെ എഴുതുന്നു. കുറച്ച് നോക്കിയേ. 17 അല്ലെ? 17/42 കിട്ടും. കുറച്ച് നോക്കാം. 17/42. ഇങ്ങനെ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് മാറ്റുന്നത് എങ്ങനെ എന്നുള്ളത് നോക്കാം കേട്ടോ.
ഡെസിമൽ ഫോമിലേക്ക് മാറ്റാം. ഡെസിമൽ ഫോമിലേക്ക് എങ്ങനെ മാറ്റാം? ഡെസിമൽ ഫോമിലേക്ക് അല്ലെങ്കിൽ ഡെസിമൽ ഫോമിൽ നിന്ന് നമുക്ക് ടു ഫ്രാക്ഷൻ കൊടുക്കാം. ആദ്യം ടു ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെ നോക്കാം. ഡെസിമൽ ഫോമിൽ നിന്ന് ഫ്രാക്ഷനിലേക്ക് മാറ്റാം. ഒരു എക്സാമ്പിൾ 0.3. ഒന്നാമത്തെ ചോദ്യമാണ് 0.3. അപ്പൊ ഇതിനെ നമുക്ക് എഴുതാൻ പറ്റുന്നത് 3/10 എന്നാണ്. എന്താണ്? 3/10. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം പറയാം 0.5 അല്ല സോറി 0.7 എന്നുള്ളത് എങ്ങനെ എഴുതാ? 0.7 എന്ന് പറയുമ്പോ 7/10. ഒന്നുകൂടെ പറയട്ടെ. 0.9 എന്ന് പറഞ്ഞാൽ എന്താ എഴുതാ? 0.9. യെസ്, അങ്ങനെ നമുക്ക് 10ന്റെ ടേംസിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ ആൻസർ 9/10 ആണ്. ഇനി വേറെ നോക്കിയേ 0.23 എന്നുള്ളതിന് എങ്ങനെ എഴുതാം? 23. അപ്പൊ താഴെ പോയിന്റിന് ശേഷം 2 നമ്പർ ഉണ്ട്, അപ്പൊ 100 ആവും. 23/100 വരും. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിയേ 0.47 എന്തായിരിക്കും ആൻസർ വരിക? 0.47 ഫ്രാക്ഷനിലേക്ക് മാറ്റി എന്തായിരിക്കും ആൻസർ വരിക? ആൻസർ 47/100 വരും. 47/100. രണ്ടും കൂടെ പറട്ടെ, നോക്കിക്കോ. 0.831 എന്താ കിട്ടാ? 0.831. 0.831. ആൻസർ 831/1000. 3 0 ആണ്. പോയിന്റിന് ശേഷം 3 നമ്പർ ഉണ്ട്. ഒന്നുകൂടെ 0.273 എന്തായിരിക്കും വരിക? 273. ഒന്നാലോചിച്ച് നോക്കിയേ ആൻസർ. ഒന്നാലോചിച്ച് നോക്കിയേ എന്താ വരുന്നത് നോക്കിയേ. എന്താ ആൻസർ വരുന്നത് നോക്കിയേ. യെസ്, അപ്പൊ ആൻസർ വരുന്നത് 273/1000 എന്നാണ് വരിക. അങ്ങനെ ഒന്നും കൂടെ നോക്കിയേ 0.061 ഇതെന്താ വരിക? പോയിന്റിന് ശേഷം 3 നമ്പർ ഉണ്ട് കേട്ടോ. പോയിന്റിന് ശേഷം 3 നമ്പർ ഉണ്ട്. അപ്പൊ ആൻസർ വരിക 61 ആണ് മുകളിലുള്ളത്. താഴെ പോയിന്റിന് ശേഷം 3 നമ്പർ ഉണ്ട്, അതുകൊണ്ട് 3 0. 1000 വരിക. 61/1000. ഒന്നുകൂടെ 0.003 എന്തായിരിക്കും വരിക? 0.003. അപ്പൊ എന്തായിരിക്കും വരിക? താഴെ 1000 ആയിരിക്കും, കാരണം 3 zeros ഉണ്ട്. മുകളില് 3 ആണ്. 3. എങ്കിൽ 2 ചോദ്യം തരാൻ സ്വന്തമായിട്ട് ചെയ്യണം. 2 ചോദ്യങ്ങൾ. 0.77 ഒന്ന്. രണ്ടാമത്തെ ചോദ്യം 0.077 11. 12ാമത്തെ ചോദ്യം 0.009. 0.009. ഇത് മൂന്നൊന്ന് ചെയ്ത് നോക്കേ. 3 ചോദ്യങ്ങൾ ഒന്ന് നോക്കിയേ. 3 ക്വസ്റ്റ്യൻസ് എന്താ വരുന്നത് നോക്കിയേ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡെസിമൽ ഫോമിൽ നിന്ന് ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത് മനസ്സിലായി. ഇതിന് നേരെ തിരിച്ചുണ്ട് കേട്ടോ. ഫ്രാക്ഷന് ഡെസിമലിലേക്കും നമുക്ക് മാറ്റാൻ പറ്റും. ഫ്രാക്ഷന് ഡെസിമലിലേക്കും മാറ്റാൻ പറ്റും. അങ്ങനെ ഡെസിമൽസുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിലേക്ക് തരാം, സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എക്സ്പോണൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. എക്സ്പോണൻസ് മുന്നോട്ട് നീക്കട്ടെ. ഇത് സ്വന്തമായിട്ട് കിട്ടിയോ? ആൻസർ എന്താ കിട്ടിയേ? ഒന്ന് പറഞ്ഞേ, എന്താ കിട്ടിയേ? 100 താഴെ, മുകളില് 77. ഓക്കെ, ഇതോ 77 ഉണ്ട്, 1000 ആണ് താഴെ. ഇതാണെങ്കിലോ 9 ഉണ്ട്, താഴെ വരുന്നത് 1000 ആണ്. ഓക്കെ, ഗുഡ്. ഇനി എക്സ്പോണൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. 3⁻² എന്ന് പറഞ്ഞാൽ എന്താ? 3⁻² എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 3. ഓക്കെ, 3 × 3 എത്രയാണത്? 9 ആണ്. സോറി,
ക്ലാസ് ഓക്കെ അല്ലേ? കേൾക്കാമല്ലോ അല്ലേ? സൗണ്ട് ക്ലിയർ ആണല്ലോ? ചെക്ക് ചെയ്യണേ. ഓക്കെ, സൗണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ അല്ലേ? സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ഒരു എസ് ടൈപ്പ് ചെയ്തേ. ഒരു എസ്. ക്ലിയർ ആണെങ്കിൽ ഒരു എസ് ടൈപ്പ് ചെയ്തേ. ആ, കേൾക്കുന്നില്ല? ഓക്കെ, താങ്ക് യു, താങ്ക് യു. 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 3 into 3 into 3 എത്ര ഉണ്ടാവും നോക്കിയേ? 3 into 3 9, 9 into 3 27. അടുത്ത ചോദ്യം നോക്കിയേ, 3 raised to 4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 raised to 4 3 raised to 4 എന്ന് പറഞ്ഞാല് 3 into 3 into 3 into 3 3 into 3 9, 9 into 3 27, 27 into 3 81. അപ്പൊ ഒന്നുകൂടി 3 raised to 5 എന്ന് പറഞ്ഞാൽ എന്താ? 3 raised to 5 എത്ര കിട്ടുന്നു? ഒന്ന് ചെയ്ത് നോക്കിയേ. 3 raised to 5 എന്താന്നുള്ളത്? 3 raised to 5 എക്സ്പോണൻസിന്റെ 3 raised to 5 5 പ്രാവശ്യം 3 into 3 into 3 into 3 into 3 ആൻസർ 81നെ വീണ്ടും ഒരു 3 ഉണ്ട്. ഇതാണ് ആൻസർ കിട്ടാൻ. ആയിക്കോട്ടെ, വേറെ ചോദിച്ചോട്ടെ. 2ന്റെ പവർ ആണെങ്കിൽ എന്താ വരിക? ഒന്ന് 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 തന്നെ. 2 raised to 2 എന്ന് പറഞ്ഞാലോ? 2 raised to 2 എന്ന് പറഞ്ഞാല് 2 raised to 2 എന്ന് പറയുമ്പോ 2 into 2 ആൻസർ 4. മൂന്നാമത്തെ 2 raised to 3 ആണെങ്കിലോ? 2 raised to 3 ആണെങ്കിൽ 2 raised to 3 ആണെങ്കിൽ 2 into 2 into 2 ആൻസർ 8. നാലാമത്തെ 2 raised to 4 ആണെങ്കിൽ 2 raised to 4 ആണെങ്കിൽ 2 into 2 into 2 into 2 ആൻസർ 16. അഞ്ചാമത്തത് 2 raised to 5 ആണെങ്കിൽ ആറാമത്തത് 2 raised to 6 ആണെങ്കിൽ ഏഴാമത്തെ 2 raised to 7 ആണെങ്കിൽ എട്ടാമത്തത് 2 raised to 8 ആണെങ്കിൽ ഒമ്പതാമത്തെ 2 raised to 9 ആണെങ്കിൽ പത്താമത്തത് 2 raised to 10 ആണെങ്കിൽ. ഇത്രയും കാണാതെ പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയണം. 10 വരെ എന്തായാലും അറിയണം. 10 വരെ എന്തായാലും അറിയണം കേട്ടോ. അതൊന്ന് ചെയ്ത് പഠിക്കാം, പ്രാക്ടീസ് ചെയ്യണേ. 10 വരെ എല്ലാവരും നിർബന്ധമായിട്ടും അറിയേണ്ടതാണ്. അപ്പൊ 2ന്റെയും 3ന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി 4ന്റെ കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. 4ന്റെ പവറും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ചെയ്ത് നോക്കണം കേട്ടോ, സ്വന്തമായിട്ട് ചെയ്യണേ. 10 വരെ ഓക്കെ. 4ന്റേത് 4 raised to 1 4 തന്നെ. 4 raised to 2 എന്ന് പറഞ്ഞാല് 4 into 4 എത്ര ഉണ്ടാവും? 16 ഉണ്ടാവും. 4 raised to 3 4 into 4 എത്ര ഉണ്ടാവുക? 64. ഇനി 4 raised to 4 4 raised to 5 4 raised to 6 അത് മൂന്നും നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിക്കുക കേട്ടോ. ഇരുന്ന് ചെയ്താൽ മതി, സമയം എടുത്ത് ചെയ്താൽ മതി, ആൻസറുകൾ കിട്ടും. സ്വന്തമായിട്ട് ചെയ്യാം. ഇതാണ് പവേഴ്സ്, എക്സ്പോണൻസ്. പവേഴ്സുമായി ബന്ധപ്പെട്ട വളരെ ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം. ഓക്കെ, ഇനി കുറച്ച് സിംപ്ലിഫിക്കേഷന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് ബോർഡ് മായ്ക്കണ്ടേ? ഓക്കെ, ഇപ്പൊ ഒരു 2 raised to 3യും 5 raised to 3യും ഉണ്ടെന്ന് വിചാരിക്കാം. 2 raised to 3യും 5 raised to 3യും ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുമ്പോ രണ്ടിലും 3 ഉണ്ട്. അപ്പൊ 2നും 5നും 3 ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? 10ന് raised to 3 എന്നാണ്. 10 3 എന്ന് പറയുമ്പോ 10 into 10 into 10 ആണ്. ആൻസർ വരിക 1000 ആണ്. 1000 ആണ്. ഇതുപോലെ നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ പറയട്ടെ. 2 raised to 4 into 3 raised to 4 ഇതിന് ആൻസർ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2 raised to 4 ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇതൊന്ന് ചെയ്ത് നോക്കുക. അടിയത്തെ ചെയ്ത് നോക്കിയേ. അപ്പൊ ഇത് വരിക 2 into 3 raised to 4 ആണ്.
അതിന്റെ അർത്ഥം 6 raised to 4 ആണ്. അതായത് 6 into 6 into 6 into 6 എത്ര ഉണ്ടാവും? 6 into 6 എന്ന് പറഞ്ഞാൽ 36 ആണ്. വീണ്ടും 6 into 6 36 ആണ്. അതൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കുക, അപ്പൊ ആൻസർ കിട്ടും. അല്ലെങ്കിൽ ഓരോന്ന് ഇൻറ്റു ചെയ്യാം. ഇത് 6 into 6 36 into 6 216. 216 വീണ്ടും 6 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 36 1296 ആയിരിക്കും. 1296. അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുക, ഏത് രീതിയിലും ചെയ്യാം. ഒറ്റ എക്സാമ്പിൾ കൂടെ പറഞ്ഞിട്ട് ഞാനത് വിടാം. അപ്പൊ മുകളില് ഒരേ നമ്പർ വരുന്ന കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി താഴെ ഒരേ നമ്പർ വന്നാലോ? ഉദാഹരണത്തിന് 2 raised to 3 into 2 raised to 5 ഉണ്ട്. 2 raised to 3 2 raised to 5. അപ്പൊ അതിനൊരു കാര്യം മനസ്സിലായി, 2ന്റെ പവറിലാണ് ഈ 3 5 കിടക്കുന്നത്. അപ്പൊ പ്ലസ് ചെയ്യാൻ വേണ്ടത്. അപ്പൊ പ്ലസ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ അതിന്റെ ആൻസർ 2 raised to 8 ആയിരിക്കും. ഇത് മനസ്സിലാക്കി വെക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തതിന്റെ ആൻസർ നിങ്ങളൊന്ന് പറയും. 2 raised to 7 into 2 raised to 6 എന്തായിരിക്കും ആൻസർ വരിക? ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയേ. ഇത് ചെയ്ത പോലെ തന്നെ ചെയ്ത് നോക്കിയേ. രണ്ടും 2 raised to ആണ്. ആൻസർ എന്തായിരിക്കും വരിക നോക്കിയേ. ആൻസർ വരുന്നത് 2 raised to 6ഉം 7ഉം കൂടെ ആഡ് ചെയ്യാം. 6ഉം 7ഉം ആഡ് ചെയ്യാം. 2 raised to 7 plus 6 അതായത് 2 raised to 13 വരും. 13 വരും. അടുത്തത് നോക്കിയേ. 3 raised to ആണെങ്കിലോ 3 raised to 4 into 3 raised to 5 എന്തായിരിക്കും വരിക? 3 raised to ആണെങ്കിൽ ഇതുപോലെ തന്നെ വരാം. ആൻസർ വരിക 3 raised to രണ്ടും കൂടെ കൂട്ടുക 9. ആൻസർ 3 raised to 9 ആയിരിക്കും. ഓക്കെ. 4 raised to ആണെങ്കിലോ 4 raised to 10ഉം 4 raised to 5ഉം എന്തായിരിക്കും ആൻസർ വരിക? 4 raised to 10ഉം 4 raised to 5ഉം എന്തായിരിക്കും ആൻസർ വരിക? ആൻസർ വരുന്നത് 4 raised to 10 plus 5 അതായത് 15 വരും. അല്ലെ? ഇൻറ്റു ആണെങ്കിൽ പ്ലസ് ചെയ്യാണ്. അപ്പോ ഡിവൈഡ് ആണെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കിയേ. ഉദാഹരണത്തിന് 4 raised to 7 ഡിവൈഡഡ് ബൈ 4 raised to 2 ആണെന്ന് വിചാരിച്ചു. ഡിവൈഡ് ആണെങ്കിൽ അപ്പൊ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം 4 raised to ഇത് കുറയ്ക്കാൻ വേണ്ടത്. 7ന് 2 കുറച്ച് നോക്കുക. അപ്പൊ ആൻസർ വരിക 4 raised to 5 ആണ്. എന്ത്? ഇത് വേറെ രീതിയിൽ എഴുതാറുണ്ട് കേട്ടോ. ഇത് നമുക്ക് വേറെ രീതിയിലും കൂടെ പറയാം. അത് ഇതാ ഇങ്ങനെയാണ്. 4 raised to 7 divided by 4 raised to 7 divided by 4 raised to 2 എന്ന് പറഞ്ഞാൽ കുറച്ച് എഴുതാം. 7ന് 2 ഓർക്കുക. 7ന് 2 ഓർക്കുക. ആൻസർ കിട്ടുന്നത് 4 raised to 5 ആയിരിക്കും. ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ തന്നാൽ ചെയ്യാൻ പറ്റൂല. 2 raised to 9 divided by 2 raised to 3 എന്തായിരിക്കും കിട്ടുക നോക്കിയേ. എന്താ ആൻസർ കിട്ടുക നോക്കിയേ. ആൻസർ നോക്കിയേ. എന്താ കിട്ടുക നോക്കിയേ. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. ചെയ്ത് നോക്കിയേ. ഇത്തരത്തില് പവേഴ്സുമായി ബന്ധപ്പെട്ട കുറെ മേഖലകളുണ്ട്. നമുക്ക് വർക്ക്ഷീറ്റുകൾ ഗ്രൂപ്പിൽ തരുന്നുണ്ടാവും. കംപ്ലീറ്റ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. യെസ്. അപ്പൊ ആൻസർ വരിക 2 raised to 9 minus 3. ആൻസർ വരിക 2 raised to 6 ആണ് കേട്ടോ. 2 raised to 6. 2 raised to 6. 2 raised to 6. 2 raised to 6. യെസ്. ഓക്കെ അല്ലേ? പവേഴ്സ് എക്സ്പോണൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? ചെയ്തില്ല? ഓക്കെ. ഇനി ഏരിയാസും പെരിമീറ്ററും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള ജിയോമെട്രിയിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു റെക്റ്റാങ്കിൾ തന്നു. ഒരു റെക്റ്റാങ്കിള്. ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് 10ഉം ബ്രെഡ്ത്ത് 3ഉം ആണ്. ഇതിന്റെ
ഈ സൈഡും 3 ഉണ്ടാവും, ഈ സൈഡ് സോറി ഈ സൈഡ് 10 ഉണ്ടാവും, ഈ സൈഡ് 3 ഉണ്ടാവും. ഇതിന്റെ പെരിമീറ്റർ മലയാളത്തിൽ അതിനെ പറയാ ചുറ്റളവ് എന്നാ പറയാ. ചുറ്റളവ് 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 എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി എത്ര ഉണ്ടാവുന്നു? 2 പ്രാവശ്യം 10ഉം 2 പ്രാവശ്യം 3ഉം 2 തവണ 10ഉം 3ഉം 10ഉം 3 2 തവണ ഉണ്ടാവും. അപ്പൊ എത്ര ഉണ്ടാവുക? 10ഉം 3 2 തവണ ഉണ്ടാവും. അപ്പൊ ആൻസർ വരിക 13 2 തവണ ഉണ്ടാവും. ആൻസർ 26 കിട്ടും. 26. ഇനി ഇതിന്റെ ഏരിയ ആണ് ചോദിക്കണമെങ്കിലോ? ഏരിയ അതായത് പരപ്പളവ് എന്നാ പറയാ. പരപ്പളവ് ആണ് ചോദിക്കണം വെച്ചാലോ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതായത് 10 × 3 ആണ്. ആൻസർ 30 ആണ് കിട്ടുക. 30 ആണ് കിട്ടുക. ഒരു എക്സാമ്പിൾ കൂടെ നിങ്ങൾക്ക് തരാം, സ്വന്തമായിട്ടും ചെയ്തു നോക്ക്. ഒരു റെക്റ്റാങ്കിൾ തന്നു, ഇത് ഒരു 8ഉം ഇവിടെ ഒരു 2 ആണെന്ന് വിചാരിച്ചോ. 8ഉം 2ഉം എത്ര ഉണ്ടാവും നോക്കിയേ. ഇതിന്റെ പെരിമീറ്റർ എത്ര ഉണ്ടാവും നോക്കാം, ഏരിയ എത്ര ഉണ്ടാവും നോക്കാം. ചെയ്തോക്കെ ഏരിയ ഇതുപോലെ തന്നെ ഇപ്പൊ ചെയ്ത പോലെ തന്നെ ഏരിയയും പെരിമീറ്ററും സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയേ. ഏരിയയും പെരിമീറ്ററും എത്ര ഉണ്ടാവും നോക്കിയേ. അത് കഴിഞ്ഞ് ട്രയാങ്കിളിന്റെ പറഞ്ഞുതരാം. ട്രയാങ്കിളിന്റെ ഓക്കെ. ആൻസർ കിട്ടിയല്ലോ അല്ലെ? പെരിമീറ്റർ 10ഉം 10ഉം 20 ഉണ്ടാവും. ഏരിയ 2 × 8 16 ഉണ്ടാവും. ഓക്കെ നോക്കാം. ഇനി നോക്കാം, അടുത്ത് നോക്കിക്കോ. ഈ സാധനങ്ങളൊക്കെ ഗ്രൂപ്പിൽ PDF വരുന്നുണ്ടാവും കേട്ടോ. ഒന്നും കൂടെ ചെയ്ത് നോക്കണേ. ഒരു ട്രയാങ്കിള് ഈ ട്രയാങ്കിളിന്റെ ബേസ് 10ഉം ഹൈറ്റ് 8ഉം ആണ്. 90 ഡിഗ്രിയുള്ള ട്രയാങ്കിള്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത്, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഇത് രണ്ടും ഇൻറ്റു ചെയ്യുക, പകുതി എടുക്കുക. BHന്റെ പകുതി 8 × 10ന്റെ പകുതി BHന്റെ പകുതി ആയിരിക്കും. അപ്പോ നമുക്കറിയാം 80ന്റെ പകുതിയാണ്. 80ന്റെ പകുതി എന്ന് പറയുമ്പോൾ 40 ആണ് കിട്ടുക. 40 ആണ് കിട്ടുക. 40 ആണ് കിട്ടുക. 80ന്റെ പകുതി 40. ഇങ്ങനെ വേറെ ഒരു എക്സാമ്പിൾ കൂടെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഒരു ട്രയാങ്കിൾ തന്നു, അതിലെ ബേസ് 9ഉം ഹൈറ്റ് 6ഉം ആണ്. ഏരിയ എത്ര ഉണ്ടാവും നോക്കിയേ. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്ര ഉണ്ടാവും നോക്കിയേ. സെയിം, ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി ഇതിന് പകരം വേറെ രീതിയിൽ ട്രയാങ്കിൾ തന്നാലോ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ തന്നു. ഈ ട്രയാങ്കിളില് ഇതിന്റെ ഈ ബേസിന്റെ നീളം ഇവിടുന്ന് ഇതുവരെ 10, ഇതിന്റെ ഹൈറ്റ് 6. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് ബേസ് BHന്റെ പകുതി 10 × 6ന്റെ പകുതി 10 × 6ന്റെ പകുതി എത്ര ഉണ്ടാവുക? 60ന്റെ പകുതിയാണ്. ആൻസർ 30 ഉണ്ടാവും. 30 ഉണ്ടാവും. ഒന്നുകൂടെ നോക്കണോ? ഒന്നുകൂടെ പറയട്ടെ. ഒരു എക്സാമ്പിളൂടെ പറയട്ടെ. ഒരു ട്രയാങ്കിൾ തന്നു, ഈ ട്രയാങ്കിളിന് ട്രയാങ്കിൾ തന്നു, ഈ ട്രയാങ്കിളില് ബേസിന്റെ ലെങ്ത് 8, ഹൈറ്റ് 7 ആണ്. ഏരിയ എത്ര ഉണ്ടാവും നോക്കിയേ. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്ര ഉണ്ടാവും നോക്കിയേ. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്ര ഉണ്ടാവും നോക്കിയേ. സിമ്പിൾ, സ്വന്തമായിട്ട് ചെയ്യാം. BHന്റെ പകുതി, B എത്രയാ? 8. 8 × H 7, അതിന്റെ പകുതി 7 8 56. 56ന്റെ പകുതി 28. ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇങ്ങനെ ഒരുപാട് ഷേപ്പുകൾ, റെക്ടാംഗിള്, പാരലലോഗ്രാം, 2 ഷേപ്പും കൂടെ പറഞ്ഞിട്ട് നിർത്താം.
പാരലലോഗ്രാം തന്നു വിചാരിച്ചു. ഒരു പാരലലോഗ്രാം, ഇങ്ങനെ രണ്ട് വശങ്ങൾ പാരലല്, ഇങ്ങനെ ഒരു ചെരിഞ്ഞ പാരലൽ. ഇത് ഒരു 12ഉം ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു 5 ആണെന്ന് വിചാരിച്ചോ. 5. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് BH ആണ്. എന്താണ്? BH. ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്താൽ മതി. 12 × 5 ആണ് ആൻസർ. 60 ആണ്. 60. രണ്ടും കൂടെ ഇൻറ്റു ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ വേറൊരു എക്സാമ്പിൾ സെയിം സാധനം തരാണെങ്കിൽ, ഒരു പാരലലോഗ്രാം തന്നു, അതിന്റെ രണ്ട് സൈഡുകള് ഇത് 10ഉം ഇവർ തമ്മിലുള്ള ഹൈറ്റ് ഒരു 7ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ എത്ര ഉണ്ടാവും? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്ര ഉണ്ടാവും? ഓക്കെ, സിമ്പിൾ. ഇത് ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, ചെയ്താൽ മതി. ഇനി വേറെ സാധനമാണ് റോംബസ് എന്ന് പറഞ്ഞ സാധനം. റോംബസ്, അതേപോലെ ട്രിപ്പീസിയം. ട്രിപ്പീസിയം കാണിച്ചു തരാം. ട്രിപ്പീസിയം എന്ന് പറഞ്ഞാല് രണ്ട് സൈഡ് ഇങ്ങനെ പാരലൽ ആയിട്ടുണ്ടാവും. ഒന്ന്, എന്നിട്ട് പാരലലായ ഈ സൈഡിന്റെ നീളം, ഇതിന്റെ ഒരു സൈഡ് 10ഉം ഇതിന്റെ ഈ സൈഡ് ഒരു 6ഉമാണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 4ഉമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണുന്നത്, പരപ്പളവ് കാണുങ്ങനെ, ഇത് രണ്ടും കൂടെ കൂട്ടാ. ഇത് എയും ബിയും, എയും ബിയും കൂടെ കൂട്ടാ, അതിന് H കൊണ്ട് ഇൻറ്റു ചെയ്യുക, അതിന്റെ പകുതി എടുക്കാം. എങ്ങനെ? എയും ബിയും കൂട്ടാ. അതായത് ഇതിൽ പറയുകയാണെങ്കിൽ രണ്ട് സൈഡും 10ഉം 6ഉം കൂട്ടാം. 10ഉം 6ഉം കൂട്ടിയിട്ട് അതിനെ ഹൈറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്യാം, 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക, എന്നിട്ട് പകുതി എടുക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കണ്ടേ, 16 × 4/2. 16 × 4 എത്രയാ? 64. 64ന്റെ പകുതി എത്രയാന്ന് നോക്കിയാൽ മതി. എത്ര? 64ന്റെ പകുതി 32 ആണ് ആൻസർ. 32. ഇതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കി. ഇതുപോലെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കി. സെയിം ക്വസ്റ്റ്യൻ തരാം, ട്രൈ ചെയ്ത് നോക്കിയേ. എങ്ങനെ? ഒരു ട്രിപ്പീസിയം തരുന്നു. ഈ ട്രിപ്പീസിയത്തില് രണ്ട് വശങ്ങള്, ഒന്ന് 8ഉം മറ്റേതൊരു 4ഉം, ഇവർ തമ്മിലുള്ള ഹൈറ്റ് ഒരു 5ഉം. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയേ. ഏരിയ കണ്ടു നോക്കിയേ. ഏരിയ എങ്ങനെ ഉണ്ടാവും? സ്വന്തമായിട്ട് ചെയ്യാം. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഫുൾ ആയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇതിന് അഡ്വാൻസ് ലെവൽ ക്ലാസ് ആവശ്യമുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാം. അതിനുള്ള കിട്ടാനുള്ള സംവിധാനങ്ങൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു.